നമസ്കാരം. നമസ്കാരം. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സാറൊന്ന് റോട്ടറി മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ ടൗൺ ഹാളിൽ അവിടെ വെച്ച് സാറിന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലേ? അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞിട്ട് ഞാനല്ലേ സാറിന് എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. എന്താ ചേട്ടന്റെ പേര്? വിനയേന്ദ്രക്കുറുപ്പ്. വിനയന്റെ ബ്രദറാണല്ലേ? ചേട്ടന്റെ പേര് പറഞ്ഞാൽ എന്നെ പലരും അറിയൂ. വാ വാ ഇരിക്കോ. തിരുവല്ലയിൽ എനിക്ക് ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ഗുഡ്സ് എടുക്കാൻ വന്നതാ. ഗുഡ്സ് ഒക്കെ എടുത്ത് ബില്ല് സെറ്റിൽ ചെയ്ത് ടോട്ടൽ ചെയ്ത് വന്നപ്പോ ഒരു 5000 റുപ്പീസിന്റെ കുറവ്. സാറിന് അറേഞ്ച് ചെയ്യാമെങ്കിൽ. 5000 റുപ്പീസോ? അതെ. ഇവിടെ ഒരു 3000 റുപ്പീസ് കാണും. മതി, ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ സാറിന് വലിയൊരു ചെക്ക് തരാം. ചെക്കൊന്നും വേണ്ട. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. സാർ ചെക്ക് വാങ്ങിച്ചെങ്കിൽ ഞാൻ പൈസ വാങ്ങും. ബിസിനസ്സിൽ ചേട്ടന്റെ ട്രെയിനിങ് അങ്ങനെയാണ്. ആനീസ്, ആരെങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ട്? ആരെയും കാണാനില്ലല്ലോ. ആരെങ്കിലും ആയിക്കോട്ടെ, കള്ളനും കൊള്ളക്കാരനൊന്നും ഓട്ടോറിക്ഷ ഒന്നും ഇറങ്ങില്ലല്ലോ. ചേട്ടത്തമ്മേ, കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണല്ലോ കാശ്. ബന്ധവും പരിചയമുള്ളിടത്തിൽ നമുക്കതൊക്കെ സാധിക്കൂ. ചേട്ടന്റെ 2 കൂട്ടുകാരിൽ ഒരാളെ വെറും ഒരു ഡ്രൈവറായിട്ട് ഞാൻ എയർപോർട്ട് വരെ കൊണ്ടാക്കിയതാ. മറ്റൊരാളവിടെ മദ്യമിച്ച് ഛർദ്ദിച്ച് കിടന്നപ്പോ ഞാനാ തൂക്കിയെടുത്ത് വീട് വരെ കൊണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു പ്രയോജനം ഇവരെ കൊണ്ട് എനിക്കും വേണ്ടേ? ചെക്ക് കൊടുത്തിട്ടുണ്ട്, മടങ്ങാരുതാ പോരെ. അതൊന്നും എനിക്കറിയില്ല. ചേട്ടന്റെ സ്വഭാവം അറിയാലോ. അറിയാം, ചേട്ടന്റെ സ്വഭാവം അറിയാം, ചേട്ടത്തിയമ്മയുടെ സ്വഭാവം അറിയാം. ചേട്ടന്റെ സ്വഭാവം സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മ ഇവിടെ വന്ന് സൗന്ദര്യപ്പണക്കം നടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്ന് വെറുതെ ചേട്ടത്തിയമ്മേ, പൈസ മേടിച്ച 2 പേരും ഇന്ന് എന്നെ ചേട്ടനെ വിളിച്ച് വിവരം പറയും. ചേട്ടൻ എന്റെ നേരെ ചന്ദ്രാസ് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ചേട്ടത്തിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശാന്തം നോക്കണ്ട. ഞാനില്ലാത്ത കുറവ് ശരിക്കും അറിയട്ടെ. അതിപ്പോ ഞങ്ങളാ അറിയുന്നത്. സ്പെഷ്യൽ കടുപ്പത്തിൽ ചായ, 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുവെള്ളം, ഷേവ് ചെയ്യാനേ ബ്രഷിന്റെ തുമ്പത്ത് പേസ്റ്റ്. താൻ വന്നോ? സുഭദ്രേ, ശ്രീരാമന്റെ ലക്ഷണം വന്നിരിക്കുന്നു. സീതയെ വിളിച്ചോണ്ട് പോവാൻ. നല്ല ചെണ്ട മുറിയൻ കപ്പയുണ്ട്, വെണ്ണ പോലെ വെന്തത്. നല്ല 1-ാം തരം കാന്താരി മുളക് ഓട്ടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തിയും കഴിക്കുന്നോ? വേണ്ട, എനിക്കിവിടുന്ന് പോണം. എന്നാ താൻ പോയി വല്ല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പന്നിയിറച്ചിയോ കഴിച്ചാ മതി. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തവണത്തെ നിന്റെ വിരഹവാസം തീർന്നോ മോളെ? കേട്ടാ ശാന്ത, സാധാരണ 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ ഈ പിണക്കവും മാറി താമസവും ഒക്കെ മതി. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു പിണക്കവും ഇല്ല. അവളിവിടെ നിന്നോട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളൂ. ചെണ്ടമുറിയം വിളിക്കുക. ഞാൻ ഇപ്പൊ വരാം. ചേട്ടത്തിയമ്മേ, ഈ ലക്ഷ്മണ ഒരു ഉപകാരം ചോദിച്ചാ ചേട്ടത്തിയമ്മ ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചേട്ടനൊന്ന് ഫോൺ ചെയ്യും. അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 9-നും 9:05-നും ഇടയ്ക്ക് വിളിക്കണം. ദാ വരുന്നോ ചേട്ടത്തിയമ്മേ. ചേട്ടത്തിയമ്മയുടെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ പോകുന്നത് മറക്കരുത്. 9-നും 9:05-നും ഇടയ്ക്ക്. അമ്മേ, ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിനയന്റെ അനിയനാണെന്ന് അവരോട് അഭിമാനപൂർവ്വം പറഞ്ഞു. എന്താ തെറ്റാണോ? ഇനി ചേട്ടൻ എന്തൊക്കെ തന്നെ അഭ്യാസം കാണിച്ചാലും വിനയചന്ദ്രക്കുറുപ്പ് എന്റെ ചേട്ടനല്ല എന്ന് പറഞ്ഞുള്ള കുരുത്തക്കേടൊന്ന് ഞാനായിട്ട് ഉണ്ടാക്കി വെക്കത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ല. വന്ന ഉടനെ എന്നെ കുറെ നേരം നോക്കി നിന്നു. എന്നിട്ട് മേളിലേക്ക് പോയി. പോന്ന വഴി ആ പാവം പിടിച്ച ഗംഗാരനെയും കൂട്ടിക്കൊണ്ടുപോയി. അമ്മാവൻ പെട്ടോ? എന്റെ അമ്മൂ, കൊല വിളിക്കുന്നുണ്ടാവും. നിങ്ങളൊക്കെയാണല്ലോ ഉപദേശികള്. ആദ്യം ട്രാവൽസ് ഇട്ട് കൊടുത്തു, അങ്ങനെ എന്റെ കുറെ കാശ് പോയി. അത് കഴിഞ്ഞപ്പോ വീഡിയോ ഷോപ്പായി, അതും തൊലിച്ചു എന്റെ കുറെ കൂടെ കാശ് പോയി. ഞാനെന്നെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ എന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തെണ്ടുക. എന്താ മിണ്ടാതെ നിൽക്കുന്ന പടി പോലെ? എന്തായാലും ഞാനിന്ന് അവരോട് കാര്യമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ എന്റെ അനിയൻ. അമ്മാവ, വയറ് പറഞ്ഞോ? നിനക്ക് വേണ്ടി ചിൽഡ്രൻ എന്നല്ല ഞാൻ അവന്റെ വായെന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ജന്മം കൊണ്ട് നിങ്ങളുടെയൊക്കെ അമ്മാവനാ. അമ്മാവൻ അറിയില്ലേ, നമ്മുടെ കുടുംബത്തിൽ ഏതോ കാരണവന്മാര് തെറ്റി പേരിട്ടതാ വിനയചന്ദ്രക്കുറുപ്പെന്ന്. ഇല്ലാത്ത ഏക ഗുണം വിനയ. ചെല്ലിയല്ലേ ഉള്ളത്, കയ്യോടെ മേടിച്ചോ. ഒന്നുമില്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. 9-നും 9:05-നും ഇടയ്ക്ക് ഇന്ന് രാത്രി ഞാൻ കണ്ടിരിക്കും. അല്ല, ചേട്ടൻ വന്നേ അറിഞ്ഞില്ലായിരുന്നു. അല്ല, ഞാനിവിടെ ഇല്ലായിരുന്നു, കോട്ടയം വരെ പോയിരിക്കായിരുന്നേ. അവിടെ ചെന്നപ്പോ നമ്മുടെ പഴയ പണിക്കരെ അച്ഛനെ കണ്ടു. അവർക്ക് ഭയങ്കര പരാതി, ചേട്ടനിപ്പോ അവിടെ നിന്ന് വിളിക്കുന്നേ ഇല്ലെന്ന്. അല്ല, ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ചെന്നപ്പോ ഒരു 5000 റുപ്പീസിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നാലും ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല.
ചെക്ക് കൊടുത്തിട്ടുണ്ട് ചേട്ടാ. കൊന്ന പോലെ വളർന്നല്ലോടാ നാണം കെട്ടണം. ഫോൺ ഞാനോട് എടുക്കാം. അഭിനന്ദനങ്ങൾ. ആത്മാഭിമാനം സൂക്ഷിച്ചതിന്. ഭാര്യ വീട്ടിൽ പോയിട്ട് 7 ദിവസമായിട്ടും ഒരു ഫോൺ പോലും ചെയ്ത് വ്യക്തിത്വം കളഞ്ഞില്ലല്ലോ. 24 മണിക്കൂറും വീട്ടിൽ ചുമ്മാതിരുന്നിട്ടും ഒരു ഫോൺ മുമ്പിൽ ഇരുന്നിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിമാനം കളഞ്ഞില്ലല്ലോ. സബാഷ്. ഓ, കണക്ക് പുസ്തകം തുറന്നോ? ഓടാവണം. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ? ഓ, മാലയും പൊക്കെയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നേരത്തെ പറയണം. നാളെ ഇവിടെ പൂക്കട ഒഴിവാന്നാ പറയുന്നത്. ആ ഇടാ കൊന്ന പോലെ ഫോൺ വരാൻ കണ്ടൊരു സമയം. നക്കൊന്നുമില്ലടാ. നക്കി തുപ്പിക്ക് വിട്ടിരുന്നു. അമ്മ ഇപ്പം എത്തും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. അമ്മാവൻ എനിക്ക് വേണ്ടി ചേട്ടന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ള 1000 തെളികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവനോട് പിടിപ്പിച്ചേ. അമ്മാവന്റെ അനുഗ്രഹം അനന്തരവൻ എപ്പോഴും. അത് മതി അമ്മാവാ. ചോറ് വിളമ്പിക്കാൻ അമ്മ പറഞ്ഞു. ഓ, എന്റെ കുഞ്ഞ് രാമിച്ചു ചതിക്കല്ലേ. ദൈവനെ കൂടി ഒന്ന് വീശിക്കോട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് ചോറ് കാലാവുള്ള നമ്മയോട് ഒന്ന് പറ. രാജമ്മേ, ഞാൻ കഞ്ഞി. അതെനിക്കറിയാം. അതിവിടെ എല്ലാവർക്കും അറിയാം. എന്റെ ചേട്ടൻ മതയാനിയെ നീ എങ്ങനെ തളച്ചടാ? അമ്മാവോ, ശ്രീരാമചന്ദ്രനാണെങ്കിലും ആവശ്യമില്ലാതെ ലക്ഷ്മണന്റെ മനസ്സ് വേദനിപ്പിച്ച സീതാദേവി ഇങ്ങ് പറന്നെത്തും. ചേട്ടത്തേമ്മ ഉടനെ ഇങ്ങെത്തും.